ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയിലിരുന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളായത് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിത്തിരപ്പാലയാണ് കേട്ടോ. ഈ രൂപത്തിലായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഇതിൻ്റെ പൂവ് അരിമ്പാറയുടെ ഒക്കെ ഒരു സൈസിലായിട്ട് വരും. ഇതുപോലെയുള്ള അരിമ്പാറയൊക്കെ ഉണ്ടാവുക അതുപോലെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പൂവ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് പച്ചയും അതുപോലെ തന്നെ ബ്രൗൺ കളറായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ പാല് വരും. ഇത് നല്ലൊരു ഔഷധ മരുന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇലയും പൂവും കായും വേരും ഒക്കെ ഒരുപോലെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് വരുന്ന പാല് നമ്മളുടെ കാലിൽ ഉണ്ടാകുന്ന വിണ്ട് കീറൽ, അതുപോലെ തന്നെ ചുണ്ടിലെ വിണ്ട് കീറൽ, ചില ഫംഗൽ ഇൻഫെക്ഷൻസ്, അരിമ്പാറ, ആണി, അതുപോലെ തന്നെ മറുക് എല്ലാത്തിനും വളരെ നല്ലതാണ് കേട്ടോ. പാലെടുത്തതിന് ശേഷം ഒരു ദിവസം 2 നേരം എന്ന കണക്കിൽ 30 ദിവസം നമ്മളത് തേച്ച് വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കൃമിശല്യമുള്ള മക്കൾക്ക് നമ്മൾ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു പരിഹാരം തന്നെയാണ് കേട്ടോ. തിരുപ്പാലക്ക് ആസ്മ ചെടി എന്നും പേരുണ്ട്. ആസ്മയ്ക്ക് നല്ലൊരു ഔഷധ മരുന്ന് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ ജ്യൂസായിട്ടോ സൂപ്പായിട്ടോ ഒക്കെ കഴിക്കുന്നത് മൂലം നമ്മുടെ ബ്രോൺകെയിൽ ട്യൂബിനെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുമൂലം നമുക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് കുറയുന്നതുമാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അരിമ്പാറയ്ക്ക് പറ്റിയ നല്ല ഔഷധ മരുന്നാണ് കേട്ടോ. ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അരിമ്പാറുള്ള ഭാഗത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലൈവായിട്ട് അത് അടർന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളത് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഔഷധ ഗുണങ്ങൾ നിറഞ്ഞത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അതിൻ്റെ പൂവും ഇലയും മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തണ്ടും വേരും ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അരിച്ചും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചിത്തിരപ്പാല ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് വരികയാണെങ്കിൽ പലതരം അസുഖങ്ങൾക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. നിങ്ങളടുത്ത് ഇത് ഫ്രഷ് ആയിട്ടില്ലെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ പൊടിയൊക്കെ കിട്ടും. അത് വാങ്ങിച്ചിട്ടും ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ കിട്ടുന്നത് ആ രൂപത്തിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ചിത്തിരപ്പാല നന്നായിട്ടൊന്ന് ഞാനിവിടെ ഇടികല്ലിലിട്ടൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിമ്പാറയുള്ള സ്ഥലത്ത് അതുപോലെ തന്നെ മറുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് മാറി കിട്ടുന്നതാണ്. അപ്പോൾ ചതച്ചെടുത്ത ചിത്തിരപ്പാല് ഞാൻ കുറച്ചൊന്നൊരു തവിയിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള നഖത്തിൽ നമ്മളൊന്ന് മൈലാഞ്ചി ഇടുന്നത് പോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിത്തിരപ്പാൽ ഇതിലേക്ക് ഒരു തവിയിലേക്ക് ഇട്ട് കൊടുത്തത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ എസൻസ് ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് അരിച്ചും കൂടെ എടുക്കാം. എന്നിട്ട് നമ്മുടെ സ്കിൻ ഡിസീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ തൊലിപ്പുറത്തൊക്കെ വരുന്ന അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. മാത്രമല്ല മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിത്തിരപ്പാലിലേക്ക് ഞാൻ കുറച്ച് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുരുവിൻ്റെ പാടുകളും അതുപോലെ തന്നെ ആക്നി ഒക്കെ പോയിട്ട് മുഖം നന്നായിട്ട് വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് പാലില്ലാതെ അതുപോലെ തന്നെ പാൽപ്പൊടി ഇല്ലാതെ അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു പാൽച്ചായ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പാലില്ലെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചായ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പാലില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടീ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് മുട്ട ഉപയോഗിച്ച് എങ്ങനെ ഒരു മിൽക്ക് ടീ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്
ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ കട്ടൻ ചായ ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് സ്പോട്ടിൽ തന്നെ സമയം കളയാതെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല അടിപൊളി ചായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പാൽ ചായ ഒക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് പാലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല മിൽക്ക് ടീ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. ആദിവാസികളിൽ നിന്നും നമ്മൾ ചോർന്ന് കിട്ടിയിട്ടുള്ള നല്ലൊരു ഔഷധ മരുന്ന് കൂട്ട് തന്നെയാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല തരിയോട് കൂടിയിട്ടുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തേയിലപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല തരിയോട് കൂടെ ഉള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കളർ കിട്ടും കേട്ടോ നമ്മുടെ കട്ടൻ ചായക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആവുന്നത് വരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ചായപ്പൊടിയും അതുപോലെ തന്നെ കരിഞ്ജീരകമൊക്കെ തന്നെ. ഇത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാജിക്കൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് 1/2 ഗ്ലാസ്സായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് അരിച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് 1/2 ഗ്ലാസ് വെള്ളം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ബീട്രൂട്ട് ആയിരുന്നത് മുഴുവനായിട്ടൊന്നും നമുക്ക് വേണ്ട. വേറൊരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലുള്ള ഒരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ. ഡൈ ഉണ്ടാക്കിയെടുത്ത് നമ്മളുടെ ചട്ടി തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഡൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ നിങ്ങൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് നിഴലിൽ വെച്ച് ഉണക്കി പൊടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഡൈ ഒക്കെ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കം, തലവേദന, തുമ്മൽ അതുപോലെ തന്നെ ചുമയൊക്കെ വരാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ത്രിഫല ചൂർണ്ണമാണ് കേട്ടോ, അല്ലെങ്കിൽ ത്രിഫല പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രാമ്പോ അല്ലെങ്കിൽ 2 കുരുമുളകോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് 2 ടേബിൾ സ്പൂൺ കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കി ഞാൻ വേറൊരു ടിപ്പിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ അരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് തൈരാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആദിവാസി സുഹൃത്ത് അവരുടെ ഭാര്യ പറഞ്ഞു തന്ന നല്ല കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ്. 100% തന്നെ റിസൾട്ട് കിട്ടും. 1 മാസം വരെയൊക്കെ ഇത് കളർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പേടിയും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/2 മുറി നാരങ്ങ നീരാണ്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി തുടങ്ങാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ തലച്ചോറിനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കട്ടൻ ചായ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ആക്കി റെഡിയാക്കി എടുക്കാം. നമ്മൾ തലയിൽ തേച്ചാൽ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് കട്ടിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നാച്ചുറൽ ഡൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കെമിക്കൽസ് കൂടെ പുറകെ പോകുന്ന സമയത്ത് നമ്മുടെ മുടി പൊട്ടിപ്പോകാനും മുടി കുറച്ച് നരയുള്ളത് കൂടുതൽ നരയ്ക്കാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. മാത്രമല്ല നമുക്ക് മാരകമായിട്ടുള്ള വേറെ അസുഖങ്ങളും ഒക്കെ വരുന്നതാണ്. അമോണിയ അതുപോലെ തന്നെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. പെട്ടെന്ന് നമ്മുടെ മുടിയിലേക്ക് ഇത് കളർ പിടിക്കില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഡൈ എപ്പോഴും ചെയ്ത് ശീലിച്ച് ഉള്ളവരാണെങ്കിൽ ഇത് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതാണ്.
ആണ്. അപ്പോൾ എല്ലാം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുത്ത് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴാണ് ട്ടോ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. കുറേ അധികം ഡൈൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴുകിയതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹെന്ന പൗഡർ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നല്ല റിസൾട്ട് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം എടുക്കാം കേട്ടോ. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല ബ്ലാക്ക് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുള്ളത്. അന്നേരം നമുക്കിത് ഒരു ദിവസം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ബാക്കിയുള്ള കട്ടൻ ചായ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം നമ്മളുടെ ഹെയർ ഡൈ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ ഡൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്കിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അന്നേരം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോരുത്. നമ്മുടെ ആദിവാസികൾ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് 100% തന്നെ വിശ്വസിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈ ഷാമ്പു ഇടുന്നതിന് മുമ്പായിട്ട് തലേ ദിവസം തന്നെ നമ്മൾ നന്നായിട്ട് മുടിയൊക്കെ ഷാമ്പു ഇട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഡൈ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇത് തേച്ച ഉടനെ നമ്മൾ ഷാമ്പു തേച്ച് കഴുകുകയാണെങ്കിലൊന്നും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% തന്നെ നമുക്ക് വെളുത്തുമുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ ഒരു ഡൈ ഉണ്ടാക്കിയിട്ട് ചീർപ്പോ ബ്രഷോ ഉപയോഗിച്ച് നരച്ച മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകിക്കളയാം. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നന്നായിട്ട് മുടി ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. കുറേ കാലം കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നരച്ച മുടിയൊക്കെ നിരന്തരമായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇക്കാൻ്റെ തലയിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും, കുഞ്ഞു കുഞ്ഞു നരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഞാൻ നന്നായിട്ട് ഈ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം കഴുകിയതിലുള്ള റിസൾട്ടും കൂടെ കാണിക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് നല്ലൊരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.